നമസ്കാരം. സർക്കാരിനെ കേന്ദ്രീകരിച്ചു വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള മാധ്യമ ഹിഡൻ അജണ്ടയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഇന്നത്തെ അജിത് കുമാറിന് DGP ആയിട്ട് സ്ഥാനക്കയറ്റം നൽകി മന്ത്രിസഭാ തീരുമാനം എന്നുള്ള കാര്യം. ഒരു വാർത്തയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ മുക്കും മൂലയുമാണോ പുറത്തു പറയേണ്ടത്, അതിന്റെ മൊത്തം കാര്യമാണോ? അങ്ങനെ ചോദിക്കാൻ കാരണം, ഇന്ന് മന്ത്രിസഭയിലെ തീരുമാനം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അജിത് കുമാറിനെ തിരഞ്ഞു പിടിച്ച് DGP ആക്കി എന്നായിരിക്കും ആ വാർത്ത കാണുന്ന എല്ലാവർക്കും തോന്നുന്നത്. കാര്യം ഈ സർക്കാർ കേന്ദ്രീകൃത വിവാദം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തൊക്കെ വേണം? മസാല വേണം. നമുക്ക് എരിവും പുളിവും ചേർത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. വൈകുന്നേരം വരെ വാർത്താ കച്ചവടം ഓടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മസാല എലമെന്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിവാദം സൃഷ്ടിച്ചെടുക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ മന്ത്രിസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പേര് മാത്രം കട്ട് ചെയ്തെടുത്ത് ആ വിവാദം സൃഷ്ടിച്ചെടുത്തത്. മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്തു വന്ന ആ പത്രക്കുറിപ്പാണ് നിങ്ങളെ കാണിക്കുന്നത്. അതിൽ ഈ പോലീസിലെ സ്ഥാനക്കയറ്റത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട്. അതിൽ അജിത് കുമാറിന്റെ പേര് മാത്രമേ നിങ്ങൾ കേട്ടുള്ളൂ. മൊത്തത്തിൽ നോക്കിയേ, സമിതിയുടെ ശുപാർശ അംഗീകരിച്ചു. ആരാണ് സമിതി? പിണറായി വിജയനാണോ സമിതി? അല്ല, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് വർഷാവർഷം പോലീസിലെ IPSകാർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നത്. എല്ലാ വർഷവും ഓരോരുത്തരുടെ സീനിയോറിറ്റിക്ക് അടിസ്ഥാനപ്പെടുത്തി അത്തരം റിപ്പോർട്ടുകൾ സർക്കാരിന് നൽകാറുണ്ട്. അത് ഔപചാരികത എന്ന നിലയിൽ മന്ത്രിസഭ അംഗീകരിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. അതിനപ്പുറത്തേക്ക് അതിൽ മറ്റൊരു ഇടപെടൽ ഉണ്ടാകാറില്ല. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ളവർ ഇതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നു. ഈ അജിത് കുമാറിന്റെ DGP ആയിട്ട് സ്ഥാനക്കയറ്റം നൽകുന്നുണ്ട്. അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. പക്ഷേ ആ മന്ത്രിസഭാ തീരുമാനത്തിലേക്ക് നോക്കിയേ, DGP പദവിയിലേക്ക് 1995 ബാച്ച് എന്ന് അതിനകത്ത് ബ്രാക്കറ്റ് ഇട്ട് എഴുതിയിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? അതൊന്നും നിങ്ങൾ കാണില്ല. അതായത് 1995 സർവീസിലേക്ക് കടന്നു വന്ന, ഏത് സർവീസിലേക്ക്? സിവിൽ സർവീസിലേക്ക് കടന്നു വന്നത്. സ്വാഭാവികമായിട്ടും IPS എന്ന സിവിൽ സർവീസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന പോസ്റ്റിംഗ് ആണ്. അത് 1995 ബാച്ചിൽ ജോയിൻ ചെയ്ത 2 പേർക്ക് സീനിയോറിറ്റി അടിസ്ഥാനപ്പെടുത്തി ഈ വർഷം അവസാനം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് സമിതി പരിശോധിച്ചതിന് ശേഷം റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആ റിപ്പോർട്ടിലാണ് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളവർ DGP ആയിട്ട് സ്ഥാനം കൊടുക്കേണ്ട 2 പേരുടെ പേരുകൾ ശുപാർശ ചെയ്തത്. അതിൽ സുരേഷ് രാജ് പുരോഹിതനാണ് ആദ്യത്തെ പേര്. ആരും മിണ്ടിയില്ല. രണ്ടാമത്തെ പേരാണ് അജിത് കുമാർ. ആ ഒരു പേര് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കി മുഴുവൻ മുക്കി. വേറെ ആർക്കും സ്ഥാനം കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്കൂ, അതിന്റെ തൊട്ടു താഴെ ADGP ആയിട്ട് പുതിയ നിയമനം വന്നിട്ടുണ്ട്. ആ പേര് നിങ്ങൾ കേട്ടോ? അതെങ്ങനെ കേൾക്കും? അതൊക്കെ പറയാൻ പറ്റൂ? എങ്കിൽ വിവാദം അങ്ങോട്ട് കത്തി വരില്ലല്ലോ. 2000 ബാച്ചിൽ ജോയിൻ ചെയ്ത തരുൺകുമാറിനെ ADGP സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുണ്ട്. മിണ്ടിയിട്ടില്ല. അതും സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ്. IG പദവിയിലേക്ക് 2007 ബാച്ചിലെ 4 പേർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട്. ദേബേഷ് കുമാർ ബെഹ്റ, ഉമ, രാജ്പാൽ മീണ, ജയനാഥ് ജെ, 4 പേരാണ് ADGP ആയിട്ട് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. ഇവർ സർവീസിൽ ജോയിൻ ചെയ്ത് 2007 കാലമാണ്. അതും വാർത്തയല്ല. DIG പദവിയിലേക്ക് 2011 ബാച്ചിൽ ജോയിൻ ചെയ്ത 5 പേർക്ക് സ്ഥാനക്കയറ്റം കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ സീനിയോറിറ്റി അടിസ്ഥാനപ്പെടുത്തിയാണ് സമിതി ശുപാർശ ചെയ്യുന്നത്. എല്ലാ വർഷവും നടക്കുന്ന ഒരു സ്വാഭാവിക പ്രോസസ്സാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ യതീഷ് ചന്ദ്ര, ഹരിശങ്കർ, കാർത്തിക് കെ, പ്രതീഷ് കുമാർ, T നാരായണൻ, ഈ 5 പേർക്കാണ് DIG ആയിട്ട് സ്ഥാനം കൊടുത്തിട്ടുള്ളത്. നിലവിൽ 1994 ബാച്ചിലെ മനോജ് എബ്രഹാമിന് ശേഷമാണ് DGP റാങ്കിലേക്കുള്ള അർഹതാ പട്ടിക. അതായത് ആ ഒരൊറ്റ വാചകം ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന അതിലുണ്ട് ഏറ്റവും സീനിയർ മോസ്റ്റ് മനോജ് എബ്രഹാമാണ്. അതിനുശേഷം രണ്ടാമത്തെ പേരാണ് സുരേഷ് രാജ് പുരോഹിത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. മൂന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ മൂന്നാം സ്ഥാനക്കാരനായിട്ട് DGP ആകാൻ, അതായത് മൂന്നാം സ്ഥാനക്കാരനായി DGP ആകാൻ യോഗ്യതയുള്ള വ്യക്തി അജിത് കുമാറാണ്. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുക്കാൻ യോഗ്യതയുണ്ട്. അതിൽ ഈ സിവിൽ സർവീസ് ചട്ടപ്രകാരം 1954 എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുകയോ കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരാളെ മാറ്റി നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം നടക്കുന്നു എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിന് അർഹതപ്പെട്ട സീനിയോറിറ്റി അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രമോഷനെ ഒരിക്കലും തടസ്സപ്പെടുത്താൻ കഴിയത്തില്ല. ഇത് ആര് കൊടുത്തതാണ്? ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം നൽകിയ സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലാണ് ഈ തീരുമാനമെടുത്തത്. ഇതിലെവിടെയാണ് പക്ഷപാതിത്വം? പക്ഷെ അതിൽ അജിത് കുമാറിന്റെ പേര് മാത്രം ഉയർത്തിക്കാട്ടി വിവാദം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ലക്ഷ്യം? സർക്കാരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവാദം സൃഷ്ടിക്കുക,
അത് ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്യിക്കുക, അത് വാർത്താ കച്ചവടമായി വിറ്റഴിക്കുക. അതിനോടൊപ്പം തന്നെ സർക്കാർ വിരുദ്ധത ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കാനുള്ള അവസരമാക്കി മുതലാക്കുക. ADGP MR അജിത് കുമാറിനെ സംബന്ധിച്ച് PV അൻവർ അന്തരീക്ഷത്തിൽ നിന്ന് കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും, അല്ലെങ്കിൽ ഒരു സുജിത് ദാസ് പറഞ്ഞ കാര്യം യാതൊരു തെളിവുമില്ലാതെ നടപടി എടുക്കുന്നതാണ് ഹീറോയിസം എന്ന് പറഞ്ഞാൽ തൽക്കാലം സൗകര്യപ്പെടില്ല എന്നുള്ള പിണറായി വിജയന്റെ മുൻ നിലപാട് അതിനെ സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഈ നാട്ടിൽ സർക്കാർ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കണമെന്നുള്ള ഒരുപറ്റം വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ഹിഡൻ അജണ്ടയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത്. ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്നതാണ്. അതായത് ഒരാളുടെ യോഗ്യത, ചട്ടങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തി കൊടുക്കുന്ന നിയമനങ്ങൾ പോലും പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഇല്ലാത്തതുണ്ട് എന്ന് ചാപ്പ കുത്തിക്കാനുള്ള പരിശ്രമമാണ്. ഇതിന്റെ പേരാണ് മാധ്യമ പ്രവർത്തനം എന്ന് നമ്മൾ പറയണം. നമ്മൾ പറയും മാമാ പ്രവർത്തനമെന്ന്. ചില മാപ്രകളുണ്ട്, അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇതിനെ അതേപടി ചങ്ങാത്തം എന്നുള്ള നിലയ്ക്കൊക്കെ എഴുതി പ്രചരിപ്പിക്കുകയാണ്. കാര്യം ചെയ്യുന്ന പണി മാധ്യമ പ്രവർത്തനമാണെന്നെങ്കിലും മറന്നുകൊണ്ട് ചിലരെയൊക്കെ എടുത്ത് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കൂടി ജോലി ചെയ്തൊരു പ്രൊഫഷനിലെ ആൾക്കാരെ സ്വയം നാറ്റിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് ചെയ്യാത്തത്. എന്തായാലും ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം എന്ന പേരിലുള്ള വിടുപണി, അതായത് ഇല്ലാത്തതുണ്ട് എന്ന് വരുത്തുക, വിവാദങ്ങൾ സൃഷ്ടിക്കുക. ഒരാൾക്ക് RSS ബന്ധമുണ്ടെന്ന് പറയണം. ഒന്ന് ആലോചിച്ചാൽ മതി. ഈ നാട്ടിൽ വയനാട് ദുരന്തം നടന്നു, ഇതുവരെ 10 പൈസ കൊടുത്തിട്ടില്ല. കേന്ദ്ര വിഹിതങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇന്നിപ്പോ മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിതിൻ ഗഡ്കരിയുടെ അടുത്ത് ചെന്നപ്പോ നോ, ഒറ്റ വാക്ക്, അതെന്താണെന്ന് കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചങ്ങാത്തത്തിന്റെ ഭാഗമാണ്. കേസ് ഒത്തുതീർപ്പാക്കാനാണെന്നാണ് പറയുന്നത്. ഏത് കേസ്? പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള കേസ്, ലാവ്ലിൻ കേസ്. ഇതെല്ലാം കോടതി വ്യവഹാരങ്ങളാണ്. അതിൽ SFI അന്വേഷണം, കേട്ടുകേൾവിയില്ലാത്ത അന്വേഷണമാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ED അന്വേഷണം ചോദ്യം ചെയ്യിപ്പിച്ചു. ഇതൊക്കെയാണ് ചങ്ങാത്തത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. പക്ഷെ മറു സൈഡിലേക്ക് നോക്കൂ, ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അവർ തമ്മിൽ ഈ ശത്രുക്കളാണ്, ഏറ്റുമുട്ടുന്നവരാണ്. അവരെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാറില്ല, അവരെ വിളിച്ച് ചോദ്യം ചെയ്യാറില്ല. ഫെമാ നിയമം ലംഘിച്ച് സതീശൻ പോയി പണപ്പിരിവ് നടത്തിക്കൊണ്ട് വന്നത് പോലും ഇതുവരെ ഒരു ആക്ഷനുമില്ല. പക്ഷേ ചങ്ങാത്തമല്ല. RSS ശാഖയെ പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ പോയി തൊഴുതു നിന്നവൻ, അവൻ RSS കാരനല്ല. എന്ത് തരം മാധ്യമ പ്രവർത്തനമാണോ ഇതൊക്കെ? എത്ര കാലം നിങ്ങൾക്ക് നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും? MR അജിത് കുമാറിന്റെ ഒരു പേര് മാത്രം ഉയർത്തി വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾക്ക് ഇവർ ഇലമെന്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. കൊണ്ടു നടന്ന് നിങ്ങൾ പ്രചരിപ്പിക്കൂ. അതിന് ഒരു ഗുണമുണ്ട്, ഞങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ് കൂടി നിൽക്കും, ഞങ്ങൾക്ക് ഇതിലൂടെ കുറച്ച് പണവും കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് വ്യൂവർഷിപ്പ് കോൺഗ്രസ്സുകാരും ലീഗുകാരും എല്ലാം ഓടി വരാനുള്ള ഒരൊറ്റ തന്ത്രമാണ്. ആ തന്ത്രത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ വാർത്താ കച്ചവടം എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്.